തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികൾ വൈറലാകുന്നു. ലോക്സഭയിലേക്ക് പരാജയപ്പെട്ടുവെങ്കിലും MLA സ്ഥാനത്ത് നിന്ന് മന്ത്രിയായി മുകേഷിന് പ്രൊമോഷൻ ലഭിച്ചേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ ഉയരുന്ന അഭ്യൂഹം. പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്കു നന്ദി. ഇതായിരുന്നു എം മുകേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈ ചേർത്തു പിടിച്ചുയർത്തിയുള്ള ചിത്രവും. എന്നാൽ കമന്റ് ബോക്സിൽ നിറയെ ആ പ്രതികൂല സാഹചര്യം എന്തെന്ന ചോദ്യമാണ് ബാക്കി. പ്രതികൂല സാഹചര്യത്തിന്റെ കൈയാണ് ചേർത്തു പിടിച്ചിരിക്കുന്നതെന്ന് ചിലരുടെ പരിഹാസം. മുകേഷിനെ പോലെ മറ്റിടതു സ്ഥാനാർത്ഥികളുമായും സമാനമായ രീതിയിൽ കൈപിടിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോകൾ ചിലർ കമന്റ് ചെയ്തിരിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിൽ മുകേഷ് പിണറായി വിജയന്റെ ചിത്രം ചേർത്തുവെച്ചത് പ്രതികൂല സാഹചര്യം മുഖ്യമന്ത്രി തന്നെയായിരുന്നുവെന്ന് പറയാതെ പറയാനാണെന്നാണ് ചിലരുടെ വിമർശനം. അതേസമയം ആലത്തൂരിൽ വിജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഒഴിവിൽ മന്ത്രിസഭയിലേക്ക് മുകേഷിനെ പരിഗണിച്ചേക്കുമെന്നും പുതിയ ദേവസ്വം മന്ത്രി മുകേഷ് ആയിരിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ ഒഴിയുമ്പോൾ ഈഴവ വിഭാഗത്തിന് പ്രാധാന്യം നൽകിയെന്ന് വരുത്തി തീർക്കാനാകും മുകേഷിന്റെ മന്ത്രിസ്ഥാനമത്രേ. കഴിഞ്ഞ തവണ പ്രേമചന്ദ്രനോട് തോറ്റ KN ബാലഗോപാലിനെ ഇത്തവണ ധനമന്ത്രിയാക്കിയാണ് പിണറായി ചേർത്തു നിർത്തിയത്. മത്സരിക്കാൻ ആരും തയ്യാറാകാതിരുന്ന കൊല്ലം സീറ്റിലേക്ക് മുകേഷ് മത്സരിക്കാൻ തയ്യാറായതിനു പിന്നിൽ തോറ്റാൽ മന്ത്രി പദവി എന്ന ഡീലാണെന്നും സൂചനയുണ്ട്. കൊല്ലത്തെ കനത്ത പരാജയം മുകേഷിന് ആദ്യം കഴിക്കുമെങ്കിലും പിന്നീടത് മധുരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.